യെസ്, സി ജി എല്ലിൻ്റെ ടയർ 2-ന് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യൻറ്റ് പഠിച്ചില്ലെങ്കിൽ പ്രശ്നമാണെന്നുള്ള ടെൻഷനിലാണ് നമ്മൾ ഭൂരിഭാഗം ആളുകളും എക്സാം എഴുതാൻ വേണ്ടി പോയത്. എന്നാൽ അങ്ങനെയൊന്നുമല്ല. നോർമലി എങ്ങനെയാണോ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് സെയിം പാറ്റേൺ കീപ്പ് ചെയ്തുകൊണ്ടാണ് ഇത്തവണയും സി ജി എല്ലിൻ്റെ ടയർ 2 മാത്സ് ചോദിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസമാണ് ആൻസർ കീ റിലീസായിട്ട് നമ്മളെ കയ്യിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇട്ടിട്ടുള്ളത്. ഈ വീഡിയോയിൽ നമ്മൾ അനാലിസിസ് നടത്താൻ പോവുകയാണ്. ടയർ 2-ൽ പേപ്പറിൻ്റെ മാത്സ് പേപ്പറിൻ്റെ അനാലിസിസ് നടത്താൻ പോവുകയാണ്. നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് ഈ ഒരു പേപ്പർ ഒരു ഈസി ടു മോഡറേറ്റ് എന്നുള്ള രീതിയിൽ പറയാൻ പറ്റുന്ന, അത്യാവശ്യം വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് മുഴുവനും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. ടൈം നമുക്ക് ഒട്ടും പ്രശ്നമാവില്ല. ഭയങ്കര കാൽക്കുലേറ്റീവ് ആയിട്ടൊന്നുമല്ല ഒരു ക്വസ്റ്റ്യനും ചോദിച്ചിട്ടുള്ളത്. എന്നാൽ ചില ടേംസ് ഒക്കെ ചിലപ്പോൾ കൺഫ്യൂസിങ് ആവാൻ ചാൻസ് ഉണ്ട്. അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്യാവശ്യം വർക്ക് ചെയ്തിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം, ഒരു എബവ് ആവറേജ് വർക്ക് ചെയ്തിട്ടുള്ള ആളെ സംബന്ധിച്ചിടത്തോളം ഹാൻഡ്സ് ഡൗൺ ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റിയ ഒരു പേപ്പർ തന്നെയാണ്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്കൊക്കെ പോവാം. അതിനു മുമ്പായിട്ട് അടുത്ത എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, അടുത്ത മെയ് മാസത്തിൽ വരാൻ പോകുന്ന സി ജി എല്ലിൻ്റെ പ്രിലിംസിനും മെയിൻസിനും ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബിൽ ഒരു ഫ്രീ സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പൈലറ്റ് ബാച്ച് എന്നാണ് സീരീസിൻ്റെ പേര്. നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ ഞാൻ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും, കമൻറ്റിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്കാണ്. ജോയിൻ ചെയ്യുക. ഒരു കമ്മ്യൂണിറ്റി പോലെ നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ചു പോകാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ദിശ അക്കാദമീൻ്റെ ഓൺലൈൻ കോഴ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാനുള്ള അവസരമുണ്ട്. നമ്മളിപ്പോൾ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു അവസരം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. യെസ്, നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് തന്നെ പോവാം. ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഞാൻ പറയാം. നിങ്ങൾ എന്തെങ്കിലും അധികമായി അറിയേണ്ടതുണ്ടെങ്കിൽ അതും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് 3/2 cos 39? ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമുക്ക് അറിയാത്ത വാല്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ അത് മിക്ക സമയത്തും എന്ത് തന്നെ ആയിരിക്കാം, കോംപ്ലിമെന്ററി ആംഗിൾ തന്നെ ആയിരിക്കാം. ഇവിടെ ഈ കോംപ്ലിമെന്ററി ആംഗിൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, റൈറ്റ്, ഇവിടെ നോക്ക്, cos 39-ഉം sin 51-ഉം ഈക്വൽ ആണ്. അപ്പോൾ അവിടുത്തെ വാല്യൂ 1 വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ ആരാ, 3/2 എന്നായി. മൈനസ് റൂട്ട് ഓഫ് സൈൻ സ്ക്വയർ 39-ഉം സൈൻ സ്ക്വയർ 51-ഉം. ഓക്കെ, ഇങ്ങനെ ഉണ്ടാ, റൂട്ട് ഓഫ് സൈൻ സ്ക്വയർ 39-ഉം സൈൻ സ്ക്വയർ 51-ഉം. സൈൻ സ്ക്വയർ 39-ഉം 51-ഉം കൂട്ടി കഴിഞ്ഞാൽ അത് 1 ആണ്. നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ട്, കോംപ്ലിമെന്ററി ആംഗിൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 3/2 മൈനസ് 1 ആണ് വരിക. 3/2 മൈനസ് 1 എന്ന് പറഞ്ഞാൽ ആൻസർ നമുക്ക് 1/2 കിട്ടും. ഓക്കെ, അത്രയേ ഉള്ളൂ. നമ്മൾ കണ്ടാൽ തന്നെ മനസ്സിലാവുന്ന കോംപ്ലിമെന്ററി ആംഗിൾ എന്ന് പറയുന്ന ഐഡിയ ആണ് ഇവിടെ അപ്ലൈ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ശരി, രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. A rectangle is such that the area is 48 centimeter square and the perimeter is 28 centimeter. ഓക്കെ, ഒരു റെക്ടാങ്കിൾ ഉണ്ട്, ഏരിയ 48 ആണ്, പെരിമീറ്റർ 28 ആണ്. പെരിമീറ്റർ 28 എന്ന് പറഞ്ഞാൽ ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് 40. ഇനി if a rhombus is formed by joining the midpoints of the sides of the rectangle, what is the area of the rhombus? ഓക്കെ, ആവശ്യമില്ല, ഇവൻ്റെ ആവശ്യമില്ല. ഒന്ന് ശ്രദ്ധിച്ചോ, നിങ്ങൾക്ക് ആ പെരിമീറ്റർ വെറുതെയാണ് വന്നത്. ഒരു റെക്ടാങ്കിളിൻ്റെ അകത്ത് നിങ്ങളൊരു റോംബസ് വരയ്ക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം റോംബസിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ, ഹാഫ് ഇൻറ്റു d1 d2 ആണ്. ഓക്കെ, ഇവിടുത്തെ റോംബസിന്റെ ഡയഗണൽസ് ആരൊക്കെയാ, റെക്ടാങ്കിളിന്റെ ബ്രെഡ്ത്തും അതുപോലെ തന്നെ ലെങ്ത്തും അല്ലേ. അപ്പൊ നമ്മൾ ഏരിയ കണ്ടുപിടിക്കുമ്പോൾ ഹാഫ് ഇൻറ്റു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്നാ ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞാൽ എന്താ, റെക്ടാങ്കിളിന്റെ ഏരിയന്റെ പകുതി ആയിരിക്കും റോംബസിന്റെ ഏരിയ. റെക്ടാങ്കിളിന്റെ ഏരിയ എത്ര വന്നിട്ടുള്ളത്, 48. അപ്പോൾ റോംബസിന്റെ ഏരിയ എത്രയായിരിക്കും, അതിന്റെ പകുതി 24 ആയിരിക്കും. ഓർത്ത് വെച്ചോളൂ, റെക്ടാങ്കിളിന്റെ മിഡ് പോയിന്റ്സ് കണക്ട് ചെയ്ത് റോംബസ് വരച്ച ഏരിയ പകുതി ആയിരിക്കും. 48 ആണെങ്കിൽ 24 സെക്കൻഡ്സ്, 5 സെക്കൻഡ്സ് മതി. ക്വസ്റ്റ്യൻ വായിക്കാനുള്ള സമയം മാത്രം മതി നമുക്ക് ആ ചോദ്യമൊക്കെ ചെയ്യാൻ കേട്ടോ. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ എന്താ, എ സെറ്റ് ഓഫ് n വാല്യൂസ് x1 x2 x3 എക്സെട്ര, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രയാണ്, 5 ആണ്. ഓക്കെ, ഒരു സീരീസ് തന്നിട്ടുണ്ട്, x1 x2 x3 എക്സെട്ര xn സീരീസിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് തന്നിരിക്കുന്നത് 5 ആണ്. ഓക്കെ, ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് n വാല്യൂസ് x1 മൈനസ് 7. ഓക്കെ, ആദ്യത്തെ ടേമിൽ നിന്ന് 7 കുറച്ചു, രണ്ടാമത്തെ ടേമിൽ നിന്ന് 7 കുറച്ചു, എല്ലാ ടേമിൽ നിന്ന് 7 കുറച്ചിട്ടുണ്ട്. അപ്പൊ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രയാവുന്ന ചോദ്യം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നിങ്ങൾ ഡീവിയേഷൻ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലായിക്കോളുക, വാല്യൂ കൂടിയാലും കുറഞ്ഞാലും ഡീവിയേഷൻ മാറൂല. സപ്പോസ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിരുന്നുണ്ടെങ്കിൽ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരുന്നുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യപ്പെട്ടേനെ. അപ്പൊ അതിനെപ്പറ്റി നമ്മൾ ആലോചിച്ച് എന്ത് ചെയ്യണ്ട, ടെൻഷൻ അടിക്കേണ്ട. അവിടെ മൾട്ടിപ്ലൈ ചെയ്യപ്പെടുകയല്ല ചെയ്തിട്ടുള്ളത്, പകരം എന്താ ചെയ്തത്, സബ്സ്ട്രാക്ട് ചെയ്യപ്പെടുക ചെയ്തത്. അപ്പൊ ഡീവിയേഷൻ മാറുന്നില്ല, അതുകൊണ്ട് തന്നെ വാല്യൂ എത്രയായിട്ട് നിന്നോളും, 5 ആയി നിന്നോളും. നിങ്ങൾ ഓർക്കേണ്ടത്, ആഡ് ചെയ്യോ സബ്സ്ട്രാക്ട് ചെയ്യോ ചെയ്യുമ്പോൾ മീൻ അതുപോലെ മീഡിയൻ
അതുപോലെ മോഡ്, ഇവരിലൊക്കെയാണ് എന്ത് ചെയ്യുക, മാറ്റം ഉണ്ടാവുക. മീൻ ഇപ്പോൾ 7 കുറച്ചില്ല, അപ്പോൾ മീൻ 7 കുറയും, മീഡിയൻ 7 കുറയും, മോഡ് എന്ത് ചെയ്യും, 7 കുറയും. പക്ഷേ നമ്മൾ ഡീവിയേഷനിലേക്ക് പോകുമ്പോൾ, വേരിയൻസിലേക്ക് പോകുമ്പോൾ അതിൽ മാറ്റം ഉണ്ടാവില്ല, സ്റ്റാൻഡേർഡ് ഡീവിയേഷനിലേക്ക് പോകുമ്പോൾ അതിൽ മാറ്റം ഉണ്ടാവില്ല. അവിടെ മാറ്റം ഉണ്ടാവണമെങ്കിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. റൈറ്റ്, വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. ദ ഡയഗണൽസ് ഓഫ് 3 faces ഓഫ് എ റെക്ടാങ്കുലർ പാരലലോപിപ്പഡ്. ഓക്കെ, പാരലലോപിപ്പഡ് എന്ന് പറയുന്നത് എന്താ, നമ്മുടെ എന്താന്ന് പറയാം, യെസ്, പാരലോഗ്രാം ഇല്ലേ, നമ്മളെ കുറേ പാരലലോഗ്രാം ഇങ്ങനെ സൈഡായി വെച്ചിട്ടുള്ള ഒരു ഷേപ്പിനെയാണ് പാരലലോപിപ്പഡ് എന്ന് പറയാം. ഈ റെക്ടാങ്കുലർ പാരലലോപിപ്പഡ് എന്ന് പറഞ്ഞാൽ ആരാ, അത് ക്യൂബോയിഡ് ആണ് കേട്ടോ. എല്ലാ സൈഡും റെക്ടാങ്കിൾ ആയിട്ടുള്ള ഒരു പാരലലോപിപ്പഡ്, അതാരാ, അതൊരു ക്യൂബോയിഡ് ആണ്. ഓക്കെ, അപ്പോൾ സംഭവം ക്യൂബോയിഡ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ക്യൂബോയിഡിൽ എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്, റൈറ്റ്, ക്യൂബോയിഡിന് എന്തൊക്കെ തന്നിട്ടുള്ളത്, ദ ഡയഗണൽസ് ഓഫ് 3 faces ഓഫ് എ റെക്ടാങ്കുലർ പാരലലോപിപ്പഡ് ദാറ്റ് മീറ്റ് അറ്റ് എ സിംഗിൾ കോർണർ മെഷേഴ്സ് √5. ഓക്കെ, ഒരു സിംഗിൾ കോർണറിൽ മീറ്റ് ചെയ്യുന്ന ഡയഗണൽസ് ഒക്കെ തന്നിട്ടുണ്ട്. √5 ആണ്, ഇതാരാ √10 ആണ്, ഇതാരാ √13 ആണ്. അപ്പോൾ 3 ഫേസിന്റെ ഡയഗണൽസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഓർത്ത് നോക്കുക, ഒരു സൈഡ് എല്ലും ഒരു സൈഡ് ബ്രെഡ്ത്തും ഒരു സൈഡ് ഹൈറ്റും ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് ലെങ്ത് ആണ്, ഇത് ബ്രെഡ്ത്ത് ആണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാൻ വേണ്ടി കഴിയും, L² + B² ആണ് √10², അല്ലെങ്കിൽ L² + B² = 10 ആണ്. പിന്നെയോ B² + H² = 5 ആണ്. B² + H² = 5 ആണ്. ഇങ്ങനെയാണല്ലോ നമ്മൾ ഡയഗണൽ കണ്ടുപിടിക്കുന്നത്. പിന്നെ ആരാളുള്ളത്, L² + H² = എത്രയുള്ളത്, 13 ആണ്, 13. റൈറ്റ്, അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടുക, നമുക്ക് എല്ലാം കണ്ടുപിടിക്കണമെങ്കിൽ എല്ലാം കൂടെ കൂട്ടുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം തന്നെയുള്ളത്. കൂട്ടുക, 2 L² 2 B² 2 H² = 10 15 28, അല്ലെങ്കിൽ L² B² H² എത്ര കിട്ടും, 14 കിട്ടും. ഇതിൻ്റെ അകത്ത് ഓരോരുത്തരും ഒഴിവാക്കിയാൽ നമുക്ക് മറ്റേ ആളെ കണ്ടുപിടിക്കാൻ പറ്റും. L² B² 10 പോയി കഴിഞ്ഞാൽ 4 ബാക്കിയുണ്ട്, അപ്പോൾ H² 4 ആണ്, അല്ലെങ്കിൽ H2 ആണ്. B² H² 5 ആണ്, 5 പോയ 9 ബാക്കിയുണ്ട്, അപ്പോൾ L² 9 ആണ്, L 3 ആണ്. ഇനി L² H² പോയി കഴിഞ്ഞാൽ 13 പോയി കഴിഞ്ഞാൽ 1 ബാക്കിയുള്ളത്, അപ്പോൾ B² 1 ആണ്, അല്ലെങ്കിൽ B 1 ആണ്. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്, വാട്ട് ഈസ് ദ വോളിയം ഓഫ് ദ ക്യൂബോയിഡ്. ക്യൂബോയിഡിന്റെ വോളിയം ചോദിച്ചത് L × B × H, 2 × 3 × 1 6 വരും. 6 ആണ് നമ്മുടെ ആൻസർ വരിക. ഓർത്ത് വെച്ചോളൂ കേട്ടോ. ഞാൻ ഇത് പറയുന്നത് പ്രിപ്പയർ ചെയ്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ അഥവാ പ്രിപ്പയർ ചെയ്യാത്ത ആളാണെങ്കിൽ ഈ ഒരു ഏരിയയിലേക്ക് എത്താൻ നിങ്ങൾക്ക് സമയമെടുക്കും. അപ്പോൾ ഓർക്കേണ്ടത് തുടക്കം മുതലേ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങൾ ആ ബാച്ചിൽ ജോയിൻ ചെയ്തിരിക്കുക. നമ്മുടെ ചാനലിൽ ഒരുപാട് ഇതുമായി ബന്ധപ്പെട്ട കണ്ടന്റുകൾ വരും ദിവസങ്ങളിൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ വീണ്ടും ജോമെട്രിയാണ്. ഇൻ എ ട്രയാങ്കിൾ PQR R = 62 degree, perpendicular bisector of PQ at S meet QR at T. ഓക്കെ, ഒരു ട്രയാങ്കിൾ ഉണ്ട്. ട്രയാങ്കിളിൻ്റെ പേര് PQR ആണ്, PQR. ഇനി അതിന് R തന്നിരിക്കുന്നത് 62 ആണ്, 62. പിന്നെന്താ ഉള്ളത്, ദ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് PQ. PQവിൻ്റെ ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് സൈഡിനെ ഈക്വലി കട്ട് ചെയ്യണം. ഓക്കെ, ഈ സൈഡിനെയും ഈ സൈഡിനെയും ഈക്വലി ഡിവൈഡ് ചെയ്യുന്ന പെർപെൻഡിക്കുലർ ബൈസെക്ടർ, പെർപെൻഡിക്കുലറും ആയിരിക്കണം. ദ പെർപെൻഡിക്കുലർ ബൈസെക്ടർ അറ്റ് എസ്, അത് എസ്സിലാണുള്ളത്, മീറ്റ്സ് QR at T. QR-നെ മീറ്റ് ചെയ്യുന്ന T-യിലാണ്. ഓക്കെ, ഫിഗർ ആയി. ഇഫ് TPR = 38, TPR, അപ്പോൾ ഇങ്ങനെ ഒരു ആംഗിൾ വരയ്ക്കണം. ദാ TPR എത്രയാണ് പറഞ്ഞിരിക്കുന്നത്, 38 ആണ്. അങ്ങനെയാണെങ്കിൽ PQR എത്രയാണെന്ന ചോദ്യം, PQR. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് ആംഗിൾ തന്നിട്ടുണ്ട്. എടാ, ഇന്റേണൽ ആംഗിൾ തന്നിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് എക്സ്റ്റേണൽ ആംഗിൾ കിട്ടൂലേ, എത്ര വരിക, 38ഉം 62ഉം 100. ഈ ആംഗിൾ 100 ആണെന്നും കൂടെ നമുക്ക് എഴുതി വെക്കാം. ശരി, വേറെന്താ ഉള്ളത്, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ, PQR. ഈ ആംഗിൾ ആണ് കണ്ടുപിടിക്കേണ്ടത്, ഈ ഒരു ആംഗിൾ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ശ്രദ്ധിച്ചോണേ, നോക്കിക്കോ. യെസ്, നമ്മൾ മാർഗം എന്താണെന്ന് വെച്ചാൽ, ഓർക്കേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു ഐസോസിലസ് ട്രയാങ്കിൾ ആണെങ്കിൽ ഐസോസിലസ് ട്രയാങ്കിളിൻ്റെ ആംഗിൾ ബൈസെക്ടർ വരച്ചാൽ
ആ ആംഗിൾ ബൈസെക്ടർ കറക്റ്റ് ഈ വെർട്ടെക്സിൽ കൂടെ പാസ് ചെയ്യുക. ആംഗിൾ ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് സൈഡ് ഈക്വൽ ആണെങ്കിൽ അത് കറക്റ്റ് വെർട്ടെക്സിൽ കൂടെ പാസ് ചെയ്യും. അല്ലെങ്കിൽ ഈ രണ്ട് സൈഡ് ഈക്വൽ ആണെങ്കിൽ ഈ രണ്ട് സൈഡും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓർക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, ഒരു ഐസോസിലസ് ട്രയാങ്കിളിന്റെ ആംഗിൾ ബൈസെക്ടർ വരച്ചാൽ അത് വെർട്ടെക്സിൽ കൂടെ പാസ് ചെയ്യും. അല്ലെങ്കിൽ ഈ ആംഗിൾ ബൈസെക്ടർ ഈ രണ്ട് സൈഡ് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ രണ്ട് സൈഡും എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുക? ഈക്വൽ ആയിട്ടായിരിക്കും ഉണ്ടാവുക. എന്ന് പറഞ്ഞാൽ നോക്കിയേ, ഈ ട്രയാങ്കിൾ നോക്ക്, പി ടി ക്യൂ നോക്ക്, പി ടി ക്യൂ. എന്താ പ്രത്യേകത? അതിന്റെ ആംഗിൾ, അതിന്റെ ബൈസെക്ടർ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ്. പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഈ വെർട്ടെക്സിൽ കൂടെയാണ് പാസ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഇതൊരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. ഈ സൈഡും ഈ സൈഡ് ഈക്വൽ ആണ്. ഈ സൈഡ് ഈക്വൽ ആണെങ്കിൽ ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. ടോട്ടൽ 180 വേണം, അതിൽ ഇത് 100 ഉണ്ട്. അപ്പൊ ഇവിടെയും കൂട്ടുമ്പോൾ 80 ഉണ്ടാവണം. അപ്പൊ ഇവിടെ 40 ഉണ്ടാവണം, ഇവിടെ 40 ഉണ്ടാവണം. ചോദിച്ചിരിക്കുന്ന ഈ ആംഗിൾ അല്ലേ? അത്രയേ ഉള്ളൂ. അപ്പൊ പി ക്യൂ ആർ എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം 40 ഉണ്ട്. അപ്പൊ ഈ ഒരു ട്രയാങ്കിൾ കാണുമ്പോൾ അതിന്റെ ഈ രണ്ട് സൈഡ് ഈക്വലി ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എന്ന് കാണുമ്പോൾ, അത് വെർട്ടെക്സിൽ മീറ്റ് ചെയ്യുന്നുണ്ട് എന്ന് കാണുമ്പോൾ അതൊരു ഐസോസിലസ് ട്രയാങ്കിൾ ആണെന്ന് ഓർക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ബാക്കി 100 കഴിഞ്ഞ് ബാക്കിയുള്ള 80 അവിടെ എവിടെയും കൊടുത്താൽ 40 കിട്ടും. ഡയറക്റ്റ് ആൻസർ ആണ് കേട്ടോ. അടുത്തത്, a number is chosen at random from the set 1, 2, 3 etc. to 120. What is the probability that the number chosen is divisible by 6 or 8 but not divisible by 24? Okay, probability എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണം, എന്നാൽ നമ്പർ സിസ്റ്റം കളയാനും പറ്റില്ല. നമ്പർ സിസ്റ്റം എന്നുള്ള ക്വസ്റ്റ്യൻ ആട്ടോ. ഞാൻ ഈ അവസാനത്തെ പാർട്ട് ഒഴിവാക്കുക, അതില്ലാതെ നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഈ ഡിവിസിബിൾ ബൈ 6 or 8 വരെ മാത്രം വെക്കാം. ഇതങ്ങ് അവിടെ നിൽക്കട്ടെ കേട്ടോ. നോക്ക്, നമ്മളോട് ചോദിച്ചിരിക്കുകയാണ് 1 മുതൽ 120 അല്ലേ, 120 വരെയുള്ള നമ്പറുകളിൽ 6 or 8, 6 കൊണ്ടോ 8 കൊണ്ടോ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് ആരൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന എത്ര നമ്പേഴ്സ് ഉണ്ട്? അത് കണ്ടുപിടിക്കാൻ 120/6 ചെയ്താൽ മതി. ഓക്കെ, 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന എത്ര നമ്പർ ഉണ്ട്? 120/8 ചെയ്താൽ മതി. എന്നിട്ട് ഇത് ആഡ് ചെയ്താൽ മതി. ഓക്കെ, ഇത് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പറാണ്, ഇത് 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പറാണ്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ടേ, 6ന്റെ 8ന്റെ LCM 24 അല്ലേ? അപ്പൊ ഈ ലിസ്റ്റിലും 24 ഉണ്ടാവും, ഈ ലിസ്റ്റിലും 24 ഉണ്ടാവും. 24 മാത്രമല്ല, 24, 48, 72, 96, 120 അങ്ങനെ കുറെ ആൾക്കാർ ഇതിൻ്റെ അകത്ത് കിടക്കുന്നുണ്ടാവും. അപ്പൊ അവിടെ ഇവിടെ റിപ്പീറ്റേഷൻ ഉണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു തവണ ആ LCMഉം അതിൻ്റെ നമ്പേഴ്സും ഒഴിവാക്കണം. അപ്പോൾ 120ൽ 24ന്റെ എത്ര മൾട്ടിപ്പിൾസ് ഉണ്ട് നോക്കുക. അത് ഇവിടെയും ഉണ്ടാവും, ഇവിടെയും ഉണ്ടാവും. ഒരു തവണ അത് റിമൂവ് ചെയ്താൽ മതി. ഒരു തവണ റിമൂവ് ചെയ്താൽ നിങ്ങൾക്ക് 6 or 8ൽ എത്ര മൾട്ടിപ്പിൾസ് ഉണ്ട്, അല്ലെങ്കിൽ എത്ര മൾട്ടിപ്പിൾസ് ഉണ്ട് 120 വരെ എന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഇവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? 120ലും 120/6ൽ 24ന്റെ മൾട്ടിപ്പിൾസ് ഉണ്ട്, 120/8ൽ 24ന്റെ മൾട്ടിപ്പിൾസ് ഉണ്ട്. രണ്ടിടത്തും സെയിം റിപ്പീറ്റേഷൻ ഉണ്ട്. ഒരു തവണ നമ്മളത് ഒഴിവാക്കി, അപ്പോൾ ഒരു സ്ഥലത്തേ വരുന്നുള്ളൂ, റിപ്പീറ്റേഷൻ ഇല്ല. പക്ഷെ ക്വസ്റ്റ്യനിൽ സ്ട്രിക്റ്റ് ആയി പറയാണ് ബട്ട് നോട്ട് ഡിവിസിബിൾ ബൈ 24 വരാനേ പാടില്ല. അപ്പൊ ഇവിടെ നിന്നും ആ 24 ഒഴിവാക്കണം. അപ്പൊ ഒരു തവണ ഒഴിവാക്കിയാൽ പോരാ, 2 തവണ ഒഴിവാക്കണം. ഇത് ചെയ്താലാണ് നമുക്ക് ആൻസർ കിട്ടുക. ഇത് ചെയ്താൽ എത്ര കിട്ടും? 120/6 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 20 ആണ്, ഇത് 15 ആണ്. അതെ, മൈനസ് ഇത് എത്ര വരും? 5, 10 വരും. അപ്പൊ 20, 15, 35 മൈനസ് 10, 25. 25 ടോട്ടൽ നമ്പറുകൾ ഉള്ളത്. പ്രോബബിലിറ്റി ചോദിച്ചത് എത്രയാ ടോട്ടൽ നമുക്ക് ഇവന്റ്സ് ഉള്ളത്? 120 എണ്ണം ഉണ്ട്. അതിൽ 25 എണ്ണമാണ് നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഇവന്റ്സ്. അപ്പൊ 25/120 ആണ് ആൻസർ വരിക. യെസ്, അവിടെ ശ്രദ്ധിച്ചോണം കേട്ടോ, അവിടെ തെറ്റാൻ ചാൻസ് ഉണ്ട്. നമ്മൾ സാധാരണ ഒരു തവണയെ അത് കുറയ്ക്കുള്ളൂ, അവിടെ ചിലപ്പോൾ തെറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഇനി ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൽ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഓഫ്ലൈനിൽ എല്ലാവരോടും പറയാറുണ്ട്, ജോമെട്രിയിൽ നിന്നും സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒരുപാട് വരും എന്നുള്ളത്. ഓക്കെ, ഇപ്പൊ ഇവിടെയും ചോദിച്ചിരിക്കുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. ഇൻ ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ സർക്കം സെന്റർ കോയിൻസൈഡ് വിത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ്. നമുക്കറിയാം, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെങ്കിൽ അവിടെ സർക്കം സെന്ററും ഇൻസെന്ററും അതുപോലെ തന്നെ സെൻട്രോയിഡും ഒക്കെ ഒറ്റ പോയിന്റ് തന്നെ ഉണ്ടാവുക. ഇപ്പൊ ഇവിടെ എ പോയിന്റ് ഔട്ട്സൈഡ് ദ ട്രയാങ്കിൾ ആണോ? അല്ല. മിഡ് പോയിന്റ് ഓഫ് ഇറ്റ്സ് സൈഡ്സ് ആണോ? സൈഡ്സിന്റെ മിഡ് പോയിന്റ് അല്ല. സെൻട്രോയിഡ് ഓഫ് ദ ട്രയാങ്കിൾ ആണോ? ആണ്. സെൻട്രോയിഡ് വരും. വൺ ഓഫ് ദ വെർട്ടിസസ് വരുമോ? ഇല്ല. അപ്പൊ സെൻട്രോയിഡും അതുപോലെ തന്നെ സർക്കം സെന്ററും കോയിൻസൈഡ് ചെയ്യുന്നുള്ളത് ഓർത്ത് വെച്ചോളാം. അടുത്ത ക്വസ്റ്റ്യൻ,
ഏജ് ഗ്രൂപ്പാണ്. മീൻ ഏജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, മീൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ടേബിളിൻ്റെ അകത്ത് മീൻ വാല്യൂ കണ്ടുപിടിക്കണം. നിങ്ങൾ ആവറേജ് ആണ് ഈ ടോപ്പിക് എന്ന് വിചാരിച്ചാൽ മതി കേട്ടോ. ഇത് ആവറേജ് ആണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ പറ്റും. നോക്കിയോ, ക്ലാസ് ഇന്റർവെൽ തന്നിട്ടുണ്ട് 25 29 അപ്പം നമുക്ക് പറയാം അവിടെ 27 വയസ്സാണ് അവിടുത്തെ മീൻ. 30 34 32 മീന്. 35 39 37 മീന്. 40 44 42 45 49 47 എടുക്കാം. 50 54 52 എടുക്കാം. 55 59 57 എടുക്കാം. എന്നിട്ട് ഇവിടെ നിങ്ങൾ മൊത്തം ഫ്രീക്വൻസി ഒന്നും കണ്ടുപിടിക്കാനൊന്നും പോകണ്ട. നിങ്ങൾ ഇത്രയും മാത്രം ചെയ്താൽ മതി. ഇതിനകത്ത് ഒരെണ്ണം അങ്ങ് പിക്ക് ചെയ്യുക. ഇപ്പം ഞാൻ പിക്ക് ചെയ്യാണ് 42. നമ്മളെ ആവറേജ് അല്ലെങ്കിൽ നമ്മളെ മീൻ വാല്യൂ 42 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇവിടെ 42 ഇത് എത്ര കുറവാണ്? 42-ൽ നിന്നും ഒരു 15 കുറവാണല്ലേ ഇവിടെ? 15 കുറവ്. ഓക്കെ, 15 കുറവുള്ള എത്ര ആൾക്കാരുണ്ട്? 10 ആൾക്കാർ. അപ്പോൾ പ്ലസ് 15 കുറവുള്ള 10 ആൾക്കാർ, അപ്പോൾ കുറവ് 150. ഇവിടേക്ക് വരുമ്പോൾ 10 കുറവുള്ള 12 ആൾക്കാർ മൈനസ് 10 കുറവുള്ള 12 ആൾക്കാർ എന്ന് പറഞ്ഞാൽ 120. പിന്നെ ഇതോ 5 കുറവുള്ള 8 ആൾക്കാർ, 5 കുറവുള്ള 8 ആൾക്കാർ എന്ന് പറഞ്ഞാൽ മൈനസ് 40. ഓക്കെ, അവിടെ തികയുന്നില്ല, ഞാൻ താഴേക്ക് എഴുതാം. പ്ലസ് പിന്നെ കൂടുതലല്ലേ, 5 കൂടുതലുള്ള 15 ആൾക്കാർ 75. പ്ലസ് 10 കൂടുതലുള്ള 10 ആൾക്കാർ 100. പ്ലസ് 15 കൂടുതലുള്ള 15 ആൾക്കാർ 225. ഡിവൈഡഡ് ബൈ ആ ഡീവിയേഷൻ എത്ര ആൾക്കാർക്കാ? 15ഉം 10ഉം 25 40 45 30 75 75. അപ്പോൾ ഇത് മൊത്തത്തിൽ 75 ആണ്. ഞാൻ ഇവിടെ 75 വരും. ഒരു മിനിറ്റ്, ഞാനിതൊന്ന് ചെറുതാക്കിയതിനു ശേഷം 75 വെക്കാം. ആരൊക്കെ പോവും? നമുക്ക് 100ഉം 225 325. 325 150 പോയാൽ 325. ഓക്കെ, 325ഉം 75ഉം കൂടെ 400 വെക്കാം. 400 150 250. 250 40 210. 210 100 110 110 20 90. ഇപ്പോൾ 42 പ്ലസ് 90/75 എന്നുള്ളൊരു ആൻസറാണ് വരിക. ഓക്കെ, അത് 42ൻ്റെ അടുത്ത് വരുന്ന വാല്യൂ ഒറ്റൊന്നേ ഉള്ളൂ. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണമെന്നില്ല കേട്ടോ, കാൽക്കുലേറ്റ് ചെയ്യാൻ തന്നെ കിട്ടും. ഇതാ 42ൻ്റെ അടുത്ത് ഒരൊറ്റ വാല്യൂ ഉള്ളൂ, അതാണ് നമ്മുടെ ആൻസർ. 43.2 ഇയേഴ്സ്. റൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. Chord of a circle subtend an angle of 60 degree at the circumference of the circle, then what is the ratio of radius of the circle and the length of chord? Okay, നല്ല ക്വസ്റ്റ്യൻ, നല്ലൊരു ക്വസ്റ്റ്യൻ. നോക്കാം. നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് ഒരു സർക്കിൾ ഉണ്ട്, സർക്കിളിൻ്റെ കോഡ് എന്ത് ചെയ്യും? ഒരു ആംഗിൾ സബ്റ്റെൻഡ് ചെയ്യും. എത്രയാ? 60 ഡിഗ്രി 60 ഡിഗ്രി സബ്റ്റെൻഡ് ചെയ്യും എന്ന് പറയുന്നു. ഇനി റേഡിയസുമായിട്ടുള്ള ബന്ധമാണ് ചോദിച്ചിരിക്കുന്നത്. ശരി, റേഡിയസ് എന്ന് പറഞ്ഞാൽ ഈ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ട് നമ്മൾ വരച്ച് നോക്കുക. അപ്പം നമുക്കറിയാം ഇവിടെ 120, ഇവിടെ 60 ആണെങ്കിൽ സെൻറ്ററിൽ എത്ര ഉണ്ടാവും? 120 ഉണ്ടാവും. ഒരു കാര്യം ഓർത്ത് വെച്ചോളുക, ഒരു ട്രയാങ്കിളിൻ്റെ ഈ ആംഗിൾ 120ഉം ഈ ആംഗിളും 30 ഈച്ചും ആണെങ്കിൽ, അതായത് ഒരു ഐസോസിലസ് ട്രയാങ്കിൾ ആയിരിക്കണം, 120 ആയിരിക്കണം. ആണെങ്കിൽ സൈഡ് റേഷ്യോ 1/1√3 ആയിരിക്കും. ഓക്കെ, അപ്പോൾ സൈഡ് റേഷ്യോ എത്രയാ? 1/1√3 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ റേഡിയസ് 1 ആണെങ്കിൽ ഈ സൈഡ് എത്ര ഉണ്ടാവും? √3 ഉണ്ടാവും. √3. അപ്പോൾ 1:√3 ആണ് ആൻസർ വരിക. 1:√3. സിമ്പിളാണ് കേട്ടോ. ഇപ്പോൾ ഓർത്ത് വെക്കേണ്ടത് ഇത് മാത്രമാണ്. ഇവനൊന്ന് ഈ ട്രയാങ്കിൾ നിങ്ങൾക്ക് പരിചയം ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ആൻസർ ചെയ്യാൻ പറ്റും. വെറുതെ 128 കാര്യമില്ല, ഐസോസിലസ് ആവണം കേട്ടോ. ഇവിടെ രണ്ട് റേഡിയസും സെയിം ആയതുകൊണ്ട് നമുക്ക് ഐസോസിലസ് ആണെന്ന് ഒറ്റയടിക്ക് പറയാൻ വേണ്ടി കഴിയും. അടുത്ത ക്വസ്റ്റ്യൻ. എ ഹെമിസ്ഫെറിക്കൽ ടാങ്ക് ഈസ് ഫുൾ ഓഫ് വാട്ടർ. ഹെമിസ്ഫിയർ ആണ്. It is connected to a pipe that empties it at a rate of 7 liters per second. 7 liters per second. How much approximate time in minute will take to empty half the tank if half the tank ആണ് empty ചെയ്യേണ്ടത്? ഇതൊക്കെയാണ് നമ്മൾ വായിക്കുമ്പോൾ മിസ്സാവുക കേട്ടോ. ഈ ഹാഫ് ദ ടാങ്ക് ഒക്കെ ചിലപ്പോൾ നമ്മളോടങ്ങ് മിസ്സായി പോകും. ഹാഫ് ദ ടാങ്ക് if the internal radius of the tank is 2.1 meters. ഓക്കെ, റേഡിയസ് തന്നിട്ടുണ്ട് 2.1 ആണ്. ഓക്കെ, പൈ തന്നിട്ടുണ്ട്. മീറ്റർ ക്യൂബ് 1000 ലിറ്റേഴ്സ് ആണ് തന്നിട്ടുണ്ട്. റൈറ്റ്, നമുക്ക് ചെയ്ത് നോക്കാം. ഹെമിസ്ഫിയർ ആണ്. ഹെമിസ്ഫിയർ ആയതുകൊണ്ട് തന്നെ വോളിയം എത്ര വരിക? 2/3 πr³ ആണ് വരിക.
ഇനി ഹെമിസ്ഫിയർ ടാങ്കിന്റെ പകുതിയേ ഉള്ളൂ. അപ്പൊ 2/3 എടുക്കണ്ട, 1/3 എടുത്താൽ മതി. 1/3 πr³ ആണ് വോളിയം. ആ വോളിയം മീറ്റർ ക്യൂബിലാണ് കിട്ടുക. അതിൽ എത്ര ലിറ്റർ ഉണ്ടാവും? 1000 ലിറ്റർ ഉണ്ടാവും. ഓരോ മിനിറ്റിലും ഓരോ സെക്കൻഡിലും 7 ലിറ്റർ വെച്ചാണ് പോവുക. അങ്ങനെയാണെങ്കിൽ എത്ര സെക്കൻഡ് എടുക്കുന്ന ചോദ്യം. പക്ഷേ ഓപ്ഷനിൽ മിനിറ്റ്സ് ആണ് ഉള്ളത്, അതുകൊണ്ട് മിനിറ്റ്സിലേക്കും കൂടെ കൺവേർട്ട് ചെയ്യണം. ഇനി വാല്യൂസും കൊടുത്താൽ മതി. 1/3 ഇൻറ്റു 22/7 ഇൻറ്റു r³ എത്രയാ? 2.1 2.1 2.1 അല്ലേ? അപ്പൊ ഇതിനകത്തുള്ള 3 പൂജ്യവും ആ 2.1 കൊടുത്തു കഴിഞ്ഞാൽ 21 21 21 ബൈ 7 ഇൻറ്റു 60. കട്ട് ചെയ്യാനുള്ളവരെ കട്ട് ചെയ്തോ. 7ഉം ഇതും കട്ടായി പോയി കഴിഞ്ഞാൽ 21 പോയി. 7ഉം ഇതും ഇവിടെ നിന്നൊരു 3ഉം കട്ടായി കഴിഞ്ഞാൽ 21 പോയി. ഇവിടെ ബാക്കി 20 ഉണ്ടാവും. ആൻസർ 22 ഇൻറ്റു 21/20. 22 ഇൻറ്റു 21/20 എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഇത് രണ്ടും ക്യാൻസൽ ചെയ്തു എന്ന് വിചാരിച്ചോ. നമുക്ക് ഏകദേശം 22 കിട്ടണം. ആൻസറിൽ 22ൻ്റെ അടുത്ത് ഒറ്റ വാല്യൂ ഉള്ളൂ. നിങ്ങൾക്ക് എക്സാക്ട് വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ കട്ട് ചെയ്യുക. 22 11 ഇൻറ്റു 21/10 എന്ന് കിട്ടും. ഇത് എത്രയാ? 231/10 23.1 അല്ലെങ്കിൽ 23 മിനിറ്റ്സ്. അപ്രോക്സിമേറ്റ് വാല്യൂ ചോദിച്ചതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? 23 മിനിറ്റ്സ് ആണെന്ന് പറയാം. റൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ ആംഗിൾ ബി ആണ് 90, എ ബി 6 ആണ്, ബി സി 8 ആണ്. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെൻട്രോയിഡ് ആൻഡ് ദ ഓർത്തോ സെന്റർ? ഓക്കെ, ശ്രദ്ധിച്ചോണേ. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ അതിന്റെ ഓർത്തോ സെന്റർ ഇതാ ഇവിടെ ഉണ്ടാവുക. ഇതാണ് നമ്മുടെ ഓർത്തോ സെന്റർ കേട്ടോ. ഓർത്തോ സെന്റർ ഇവിടെ ഉണ്ടാവുക. സർക്കം സെന്റർ എവിടെ ഉണ്ടാവുക? ഇതാ ഇവിടുത്തെ ഈ പോയിന്റിലാണ് ഉണ്ടാവുക. ഇവിടെയാണ് സർക്കം സെന്റർ ഉണ്ടാവുക. എന്നാൽ സെൻട്രോയിഡ് ഉണ്ടാവുക എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ മിഡിലിൽ നിന്നും നമ്മളൊരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ആ ലൈനിനെ 2:1 കട്ട് ചെയ്തിട്ടാണ് അതിരിക്കുക, നമ്മുടെ സെൻട്രോയിഡ് ഇരിക്കുക. ഓക്കെ, ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിലെ ബി ആണ് 90 ഡിഗ്രി. അപ്പൊ ഇതാണ് ബി. ഇത് എ കൊടുക്കാം, ഇത് സി കൊടുക്കാം. ഇത് 6 ആണ്, ഇത് 8 ആണ്. അപ്പൊ ടോട്ടൽ എത്രയാ? 10 ആയിരിക്കും കേട്ടോ. ടോട്ടൽ 10 ആണ്. അവിടെ ഓർക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇത് മീഡിയൻ അല്ലേ? ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ മീഡിയൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ പകുതി ആയിരിക്കും. ഇത് 5 ആയിരിക്കും, ഇത് 5 ആയിരിക്കും, ഇതും എത്രയാ? 5 ആയിരിക്കും. ഈ ഒരു ലെങ്ത്തും 5 ആയിരിക്കും. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് സെൻട്രോയിഡും അതുപോലെ തന്നെ ഓർത്തോ സെന്ററും തമ്മിലുള്ള ദൂരമാണ് ഈ ഒരു ദൂരം. ഈ ഒരു ദൂരമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. യെസ്. അപ്പൊ ടോട്ടൽ അത് എത്രയുണ്ട്? 5 ഉണ്ട്. ഇൻറ്റു ഇവിടം തൊട്ട് ഇവിടം വരെ കട്ട് ചെയ്ത റേഷ്യോ 2:1 ആണ്. അതായത് 5നെ എന്ത് ചെയ്തിട്ടുണ്ട്? 3 പാർട്സ് ആക്കിയിട്ടുണ്ട്. അതിൽ 2 പാർട്സ് മാത്രം മതി ലെങ്ത് കണ്ടുപിടിക്കാൻ. അപ്പോൾ 5 ഇൻറ്റു 2/3. 5 ഇൻറ്റു 2/3 10/3. യെസ്, 10/3. 20/3 അല്ല, 10/3. 10/3 ആണ് നമ്മുടെ ആൻസർ വരിക. അപ്പോൾ ഇത് സെന്റർ വെച്ചിട്ടുള്ള 2 ക്വസ്റ്റ്യൻ ആയി കേട്ടോ. ഒന്ന് നേരത്തെ സ്റ്റേറ്റ്മെന്റ് ചോദിച്ച ക്വസ്റ്റ്യനും ഇതാ ഇപ്പോൾ വീണ്ടും ജോമെട്രിക് സെന്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജോമെട്രിയിൽ തന്നെ 2 ക്വസ്റ്റ്യൻ ചോദിക്കാന്ന് പറഞ്ഞാൽ, മെയിൻസിന് ചോദിക്കാന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണത്. റൈറ്റ്. വീണ്ടും അൾജിബ്രയാണ്. 3x - ky + 8 = 0, 9x - 18y + 20 = 0 ഹാവ് നോ സൊല്യൂഷൻസ്. സൊല്യൂഷൻസ് ഇല്ല. സൊല്യൂഷൻസ് ഇല്ല എന്ന് പറഞ്ഞാൽ എന്താ? ഈ 2 ലൈൻസും പാരലൽ ആയിരിക്കണം എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ 3/9 = -k/ -18 അല്ലെങ്കിൽ k/18 ആയിരിക്കണം. നോട്ട് ഈക്വൽ ടു എത്രയാ? 8/20 ആയിരിക്കണം. ഓക്കെ, നോട്ട് ഈക്വൽ ടു 8/20. ഓക്കെ, അത് നോട്ട് ഈക്വൽ ആണ്, കുഴപ്പമില്ല. 3/9 എന്ന് പറഞ്ഞാൽ 1/3 ആണ്. 1/3 ആണ്. അപ്പോൾ അവിടെ 18 അല്ലേ ഉള്ളത്? അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര വരേണ്ടത്? 18ന്റെ 3/1 6 ആണ് വരേണ്ടത്. ആൻസർ നമുക്ക് 6 എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, കുറച്ച് വലുതായി പോയി തോന്നുന്നു. ഒരു മിനിറ്റ്. ഓക്കെ. A sphere of radius 21 centimeter is cut into 8 identical pieces. Sphere of 8 ഐഡന്റിക്കൽ പീസസ് ആയിട്ട് കട്ട് ചെയ്യും ബൈ മേക്കിംഗ് 3 മ്യൂച്വലി പെർപെൻഡിക്കുലർ കട്ട്സ്. ഓക്കെ, നമ്മൾ വാട്ടർമെലനൊക്കെ കട്ട് ചെയ്യുന്ന പോലെ ഇങ്ങനൊരു കട്ട്, ഇങ്ങനൊരു കട്ട്, പിന്നെ എങ്ങനെയാ? ഇങ്ങനൊരു കട്ട്. അതായത് ഇങ്ങനെ ഇങ്ങനെ എന്നിട്ട് ഇങ്ങനൊരു കട്ട്. അതായത് ഒരു സൈഡ് എങ്ങനെ ഉണ്ടാവും? നമുക്ക് ഒരു സൈഡ് ഒരു കർവ് ഉണ്ടാവും. നമുക്ക് പിടിക്കുന്ന സ്ഥലത്തൊരു ഇങ്ങനെ കേർവ്ഡ് സർഫസ് ഏരിയ തന്നെ ആയിരിക്കും. എന്നാൽ 3 ഷാർപ്പായിട്ടുള്ള ഏരിയ ഉണ്ടാവും. ആ 3 ഏരിയ, 3 പ്ലെയിൻ ആയിട്ടുള്ള ഏരിയ ഉണ്ടാവും. ആ ഒരു സൈഡിന്റെ ഒരു ഫോട്ടോ ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഏകദേശം ഇങ്ങനെ ഉണ്ടാവുക. പക്ഷേ കട്ട് ചെയ്തത് 8 ആയിട്ടായതുകൊണ്ട് ഞാനൊരു സൈഡിന്റെ സെക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഈ സൈഡിൽ നോക്കിയാൽ ഇങ്ങനെ. ഇനി ഞാൻ ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിലോ അതും ഇതേപോലെ തന്നെ ഉണ്ടാവും. ഇതാ ഇങ്ങനെ. താഴെ നോക്കുകയാണെങ്കിലോ അതും ഈ ഒരു രീതി തന്നെ ഉണ്ടാവും. വരയ്ക്കുന്നതിൽ ചെറിയ അപാകതകളൊക്കെ ഉണ്ട്, നിങ്ങൾ ക്ഷമിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു സൈഡ് ഉണ്ടാവുക. ഇത് എത്ര ഡിഗ്രിയാ? 90 ഡിഗ്രി ആയിരിക്കും കേട്ടോ. അപ്പോൾ
നമുക്ക് പറഞ്ഞു നോക്കാം. ടോട്ടൽ സർഫസ് ഏരിയ 4πr² ആയിരുന്നു, അതിനെ 8 പീസസ് ആക്കി. അപ്പോൾ ഈ നമ്മൾ ആ ടോപ്പ് സർഫസ് എത്ര ഉണ്ടാവും? πr²/2 ഉണ്ടാവും. ഇനി 3 സർഫസ് ഏരിയ ഉണ്ട്, ഇങ്ങനത്തെ 3 സർക്കിൾ, 90 ഡിഗ്രിയുള്ള 3 സർക്കിൾ അല്ലേ. 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ πr²/4 ആണ്. അങ്ങനത്തെ 3 എണ്ണം എന്ന് പറഞ്ഞാൽ 3πr²/4. 2ഉം 4ഉം ഈക്വൽ ആക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു 2ഉം 4ഉം വരും. ഓക്കെ, നമുക്ക് 2, 3, 5 5πr²/4. ഇതായിരിക്കും അവിടുത്തെ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ഈച്ച് പീസ് ഈക്വൽ ടു 5 × π. പൈ മാറ്റണ്ട. ഓക്കെ, പൈ ഓപ്ഷനിൽ പൈ ആണ്, അതുകൊണ്ട് 22/7 ഇടണ്ട, നേരെ പറയാം. 5 × റേഡിയസ് എത്രയായിരുന്നു? റേഡിയസ് 21. 21² 441 ഇൻറ്റു π ഡിവൈഡഡ് ബൈ 4. 4, 1, 1. അപ്പോൾ 1, 1 ഇവിടെ ഇല്ല, 10.25. 110.25 × 5. അപ്പോൾ 550 1.25. 551.25 π എന്ന് വരും. 551.25. 551.25 π. ലാസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും നമ്മുടെ ആൻസർ വരിക. യെസ്. അപ്പോൾ ഓർത്ത് വെക്കുക, 8 പീസസ് ആയിട്ട് കട്ട് ചെയ്താൽ ഇങ്ങനൊരു കട്ട്, ഇങ്ങനൊരു കട്ട്, പിന്നെ ഇങ്ങനൊരു കട്ട്, 8 കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സൈഡിന്റെ സർഫസ് ഏരിയ 5πr²/4. ഇതിങ്ങനെ കാണാപ്പാടം പഠിച്ചാലുള്ള പ്രശ്നം എന്താ അറിയാമോ? അടുത്ത തവണ ഒരു 16 കട്ട് വെക്കും, അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് തന്നെ ലോജിക്കലി ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവണം. നിങ്ങൾക്ക് ഇക്വേഷനൊക്കെ അറിയാമെങ്കിലും എങ്ങനെയാണത് വന്നതെന്നുള്ളതും കൂടെ ഒന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. റൈറ്റ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു മെയിൻസിനൊക്കെ ചോദിക്കേണ്ടാത്ത, ഒരു പ്രിലിംസിനൊക്കെ ചോദിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. x+1/x k ആണെങ്കിൽ x³ + 1/x³ വരാം. k³ - 3k ആണ്. ഓക്കെ, ഇവിടെ k³ എന്ന് പറഞ്ഞാൽ 2√3ന്റെ ക്യൂബാണ്. അപ്പോൾ 8 24√3 എന്ന് വരും. മൈനസ് 3k എന്ന് പറഞ്ഞാൽ 6√3 എന്ന് വരും. 18√3 ആയിരിക്കും. 18√3. സിമ്പിളാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. The expenditure of a company on 5 heads A, B, C, D and E is in proportion to 3, 5, 7, 11. അവസാനത്തത് ക്വസ്റ്റ്യൻ മാർക്കാണ്, തന്നിട്ടില്ല. The expenditure on E is equal to the arithmetic mean of the expenditure on A and D. ഇന്റെ എക്സ്പെൻഡിച്ചർ എൻ്റെയും ഡിന്റെ അരിത്തമെറ്റിക് മീനാന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ 3ഉം 11 എത്രയാ? 14. 14ന്റെ പകുതി എത്രയാ? 7. അപ്പോൾ ഇവിടുത്തെ നേരെ തരാൻ മടിയായതുകൊണ്ട് അവർ ഇങ്ങനെ വളച്ചു ചുറ്റി തന്നു. അപ്പോൾ എല്ലാവരുടെയും റേഷ്യോ കിട്ടിയിട്ടുണ്ട്. എക്സ്പെൻഡിച്ചർ ഓഫ് സി എക്സീഡ്സ് ദാറ്റ് ഓഫ് ബി ബൈ 18,000. സി എക്സീഡ്സ് ദാറ്റ് ഓഫ് ബി ബൈ 18,000. അപ്പോൾ 2 യൂണിറ്റ് 18,000 ആണ്. എന്ത് കണ്ടുപിടിക്കണം? ഫൈൻഡ് ദ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഓഫ് ദ കമ്പനി. ഓക്കെ, ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് അത് എത്ര, ആ യൂണിറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു ഡയറക്റ്റ് റേഷ്യോ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് മെയിൻസിലേക്ക് മാറ്റാൻ വേണ്ടി ചെയ്യേണ്ടത് എന്തെങ്കിലും ഒരു സാധനം അധികമായി ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ യൂഷ്വൽ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആയിട്ട് നമുക്ക് തോന്നരുത്. നമ്മൾ പ്രിലിംസിൻ്റെ മോക്ക് ചെയ്യുമ്പോൾ ഒക്കെ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നരുത് എന്നുള്ളതുകൊണ്ട് ഇങ്ങനെ ഡീറ്റെയിൽ ചെയ്ത് തന്നേ ഉള്ളൂ. പക്ഷേ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 3ഉം 5ഉം 8ഉം 7ഉം 15ഉം 11ഉം 26ഉം 7ഉം 33. 33 യൂണിറ്റ് എത്രയാണെന്ന് ചോദിച്ചത്. ഇവിടെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത് 33 × 9 297 ആണ് അല്ലേ? അതെ, ഇനി ഒരു 3 സീറോയും കൂടെ 29700. യെസ്, ഇതാണ് ആൻസർ വരിക. റൈറ്റ്. അങ്ങനെ നമ്മളൊരു 15 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ ശരിയാക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക എന്താണ് നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള ബുദ്ധിമുട്ട് എന്നുള്ളത്. 15 ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൂ. ഇതിനൊരു പാർട്ട് 2 ഉണ്ടാവും. അതിൽ ഞാൻ ബാക്കിയുള്ള 15 കൂടെ ഡിസ്കസ് ചെയ്യാം. വീഡിയോൻ്റെ ലെങ്ത് ഭയങ്കരമായി കൂടി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ചെയ്തു നോക്കുക. എന്തെങ്കിലും സജഷൻസ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പുകൾ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ പറയാൻ മറന്നു പോകാണ്ടിരിക്കുക. പിന്നെ ഞാൻ CGL പൈലറ്റ് ബാച്ചിൻ്റെ കാര്യം ഒരു തവണ കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. അടുത്ത മെയ് ജൂണിൽ നടക്കാൻ പോകുന്ന എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കിൽ ജോയിൻ ചെയ്താൽ മാത്രം മതി. നമുക്ക് എന്ത് ചെയ്യാം, അവിടെ കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ താങ്ക് യു ഓൾ ആൻഡ് ഹാപ്പി ലേണിംഗ്.